കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഈ വർഷം അവസാനത്തോടുകൂടി നടക്കുകയാണ്. എന്താണ് ലോക്കൽ ബോഡി ഇലക്ഷൻസ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയിലേക്കുള്ള ഇലക്ഷനാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സുപ്രധാന ഇലക്ഷനുകളാണ് പാർലമെന്റ് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻസ്. ഇതിൽ നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്ട് ചെയ്യുന്ന ഇലക്ഷനാണ് ലോക്കൽ ബോഡി ഇലക്ഷനുകൾ എന്ന് പറയുന്നത്. കാരണം ലോക്കൽ റോഡ്സ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഡ്രെയിനേജ്, കുടിവെള്ളം എന്നിവ മാനേജ് ചെയ്യുന്നത് ലോക്കൽ ബോഡീസ് ആണ്. അതിന് വോട്ടർമാരായ നമ്മളോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നതും നമ്മുടെ പരാതികൾ പറയേണ്ടതും പഞ്ചായത്ത് മെമ്പർമാരോടും വാർഡ് കൗൺസിലേഴ്സിനോടുമാണ്. അപ്പൊ എന്താണ് ഈ അസംബ്ലി ഇലക്ഷൻ? നമ്മുടെ സംസ്ഥാനം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് അസംബ്ലി ഇലക്ഷനുകൾ. 140 മണ്ഡലങ്ങളിലായി MLA കാൻഡിഡേറ്റ്സിനെ നമ്മൾ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് നിയമസഭയിലേക്ക് അയക്കുന്നു. അതിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് MLA-മാരും നിയോഗിക്കപ്പെടുന്നു. സ്റ്റേറ്റ് അസംബ്ലി പ്രധാനമായും ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റേറ്റ് ലെവലിലുള്ള ലോ മേക്കിംഗ്, പോളിസി മേക്കിംഗ് ഒക്കെയാണ്. അതുപോലെ തന്നെ മറ്റു മേഖലകളായ ധനകാര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ സുപ്രധാന തീരുമാനമെടുക്കുന്നതും സ്റ്റേറ്റ് അസംബ്ലിയാണ്. അപ്പൊ എന്താണ് പാർലമെന്റ് ഇലക്ഷൻ? നമ്മുടെ രാജ്യം ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് പാർലമെന്റ് ഇലക്ഷൻ കോണ്ടക്ട് ചെയ്യുന്നത്. MP കാൻഡിഡേറ്റ്സിനെ നമ്മൾ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പാർലമെന്റിലേക്ക് അയക്കും. അവിടെ നിന്നും പ്രൈം മിനിസ്റ്റർ, മറ്റ് യൂണിയൻ മിനിസ്റ്റേഴ്സ്, MP-മാർ നിയോഗിക്കപ്പെടുന്നു. ഡിഫൻസ്, റെയിൽവേ, GST, ഫോറിൻ പോളിസീസ് എന്നീ നാഷണൽ ലെവൽ ഡിസിഷൻസും പോളിസീസും മേക്ക് ചെയ്യുന്നത് പാർലമെന്റ് ആണ്. അപ്പൊ പാർലമെന്റ് ഇലക്ഷൻ ഒരു രാജ്യത്തിന്റെ ഫ്യൂച്ചർ ആണെങ്കിൽ, അസംബ്ലി ഇലക്ഷൻ ഒരു സംസ്ഥാനത്തിന്റെ ഫ്യൂച്ചർ ആണെങ്കിൽ, ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതാണ്. നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇലക്ഷൻ സീരീസ് വീഡിയോയാണ്. ഇലക്ഷൻ സീരീസ് വീഡിയോയുടെ ആദ്യത്തെ പാർട്ടാണ് എന്താണ് ലോക്കൽ ബോഡി ഇലക്ഷൻ, എന്താണ് അസംബ്ലി ഇലക്ഷൻ, എന്താണ് പാർലമെന്റ് ഇലക്ഷൻ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ്.